ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. JDU BJP സർക്കാർ വീഴുമെന്നുറപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഭരിക്കുന്ന സർക്കാരുകൾ ഭരണവിരുദ്ധ വികാരം കൊണ്ട് നിലം പതിക്കുന്നത് ഈ രാജ്യത്ത് ആദ്യമൊന്നുമല്ല. എങ്കിലും ബീഹാറിലെ സർക്കാർ വീണാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഇന്ത്യയുടെ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് ബീഹാറിലെ JDU തന്നെയാണ്. അത് BJPക്ക് നന്നായി അറിയാം. JDU അധ്യക്ഷൻ നിതീഷ് കുമാറാണ് BJPയുടെ കേന്ദ്ര സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാലും ബീഹാർ മുഖ്യമന്ത്രിയുടെ കസേരയുടെ അത്ര തൃപ്തിയൊന്നും നിതീഷ് കുമാറിന് മറ്റൊന്നിലും വരില്ല. ആ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞാൽ നിതീഷ് കുമാർ അത് കിട്ടുന്നവരുടെ കൂടെ പോകും എന്നുറപ്പാണ്. അതാണ് ഈ വാർത്തയിൽ BJPക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതായത് ബീഹാറിലെ ദളിത് കുടുംബങ്ങളുടെ വീടിന് തീവച്ചൊരു സംഭവം രാജ്യവ്യാപകമായി കത്തിക്കയറുകയാണ്. സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്നത് 20% നിൽക്കുന്ന ദളിത് സമുദായത്തിന്റെ പ്രതിഷേധം രാജ്യത്ത് തന്നെ അലയടിക്കുകയാണ്. ബീഹാറിലെ പ്രശ്നം കൊണ്ട് ഈ രാജ്യത്തെ ദളിതർ തന്നെ BJPക്കും JDUവിനും എതിരായി മാറുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ബീഹാറിലെ അവസ്ഥ പറയാനില്ല. ദളിത് വിഭാഗങ്ങളെ അടിച്ചമർത്താൻ BJPയും NDAയും ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച രാഹുൽ ഗാന്ധി അക്രമകാരികളെ അവർ സംരക്ഷിക്കുന്നു എന്നും വെളിപ്പെടുത്തുകയാണ്. അതിനൊരുപാട് തെളിവുകളും അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. ഈ ഗൂഢാലോചനയ്ക്ക് പ്രധാനമന്ത്രി നൽകിയ പിന്തുണയുടെ അടയാളമാണ് അദ്ദേഹത്തിന്റെ മൗനമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഇത് ബീഹാറിലെ ജനങ്ങൾക്കും ഒരുമാതിരി മനസ്സിലായിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന നിർബന്ധപൂർവമുള്ള സമരവും രാഹുൽ ഗാന്ധി സ്വീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, 21ഓളം വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ് ബീഹാറിലെ മഹാദളിത് വിഭാഗം എന്നറിയപ്പെടുന്നത്. അവർ വിചാരിച്ചാൽ ബീഹാറിന്റെ ഭരണം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോഴാണ് ഈ തീവപ്പ് ഒരു കാരണമായി വന്നിരിക്കുന്നത്. ദളിതരെ ആക്രമിച്ചതിൽ BJPയുടെ പിന്തുണ ഉണ്ടെന്നറിഞ്ഞതിൽ വലിയൊരു വിഭാഗം കട്ടക്കലിപ്പിലാണ്. അതാണിപ്പോൾ സർക്കാരിനെ തകർക്കാൻ പാകത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഏതായാലും ബീഹാറിന്റെ ഭരണം നഷ്ടപ്പെടുത്തിയാൽ BJPക്ക് നാശം രണ്ടാണ്. ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ പിന്തുണയും നഷ്ടപ്പെടും എന്നുറപ്പാണ്.